Hi all, welcome to another episode of Shrutis Learning Square. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് അഥവാ ശതമാനമാണ്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എന്നുള്ളത് ഞാൻ ആദ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. പേരിൽ തന്നെയുണ്ട്. എന്താണ് പെർസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവൈഡഡ് ബൈ ആണ് നമ്മൾ ചെയ്യുക. സെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സെഞ്ചുറി എന്നൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ ബൈ 100. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 30% മാർക്സ് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 30 ഔട്ട് ഓഫ് 100. 100ൽ എനിക്ക് എത്ര, അതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 30% എന്ന് പറഞ്ഞാൽ 30 ഔട്ട് ഓഫ് 100. അപ്പോൾ നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ PSCക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പെർസെൻറ്റേജ് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും, അതേപോലെ തന്നെ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അവിടെയൊക്കെ നമുക്ക് പെർസെൻറ്റേജിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പോർഷൻ ശരിക്കും കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടു നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറാം. എൻ്റെ കയ്യിലൊരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ കയ്യിലുള്ളൊരു കേക്ക്. ഈ കേക്കിൻ്റെ 50% ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. 50% എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും, അരഭാഗം. എങ്ങനെയാണ് കിട്ടിയത്? 50% എന്ന് പറഞ്ഞാൽ 50/100 എന്ന് എഴുതുക. അതായത് 100ൽ 50 എന്നുള്ളതാണ് 50%ൻ്റെ അർത്ഥം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ മുക്കാൽ ഭാഗം വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 75% ആണ്. എങ്ങനെ മനസ്സിലായി? 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75/100. ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 3/4 കിട്ടും. അത് തന്നെയല്ലേ മുക്കാൽ ഭാഗം. അപ്പോൾ അതാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് പെർസെൻറ്റേജിൻ്റെ അർത്ഥം. അതായത് 50% നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മളോട് ഭിന്നസംഖ്യ ആക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 50/100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? അതായത് ഭിന്നസംഖ്യയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പെർസെൻറ്റേജിനെ ഭിന്നസംഖ്യ ആക്കണമെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അതേപോലെ തന്നെ നേരെ തിരിച്ചാണെങ്കിലോ, അതായത് ഭിന്നസംഖ്യയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഭിന്നസംഖ്യ കൊടുത്തിട്ട് അതിൻ്റെ ശതമാനം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യ ഇപ്പോൾ ഞാൻ 1/2 ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രാക്ഷന് എനിക്ക് പെർസെൻറ്റേജിലേക്ക് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 1/2 × 100 ചെയ്യും കേട്ടോ. അപ്പോഴാണ് എനിക്ക് പെർസെൻറ്റേജിലേക്ക് ആവുന്നത്. അതേസമയം പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഫ്രാക്ഷനിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രാക്ഷൻ കിട്ടും. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഞാനിവിടെ 1/2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാക്ഷന് ഞാൻ പെർസെൻറ്റേജിലേക്ക് ആക്കി. എങ്ങനെ ആക്കി? 1/2 × 100 ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് കിട്ടി. അതേസമയം 3/4 ആണെങ്കിൽ 3/4 നമുക്കറിയാം മുക്കാൽ ഭാഗമാണ്. അപ്പോൾ 100ൽ എത്രയാണ് മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 75%. അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. 3/4 × 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75%. കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 840യുടെ 20% കണ്ടുപിടിക്കാനാണ്. 840യുടെ 20%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 840ൻ്റെ ഇൻ്റെ അല്ലെങ്കിൽ ഉടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 840 × 20%. അപ്പോൾ 20/100 ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടുത്തെ 0 ക്യാൻസൽ ചെയ്ത് പോവും. 84 × 2, 4 × 2 8, 8 × 2 16. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 168. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു സംഖ്യയുടെ 35% 63 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 35% 63. അപ്പോൾ നമുക്ക് സംഖ്യ അറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിന് എന്തായിട്ട് എടുക്കുക? X ആയിട്ട് എടുക്കുക. ഇനി സംഖ്യയുടെ ഉടെ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്? നമ്മൾ ഇൻറ്റു ഇടുക. 35% എന്ന് പറഞ്ഞാൽ 35/100 ആണ് അല്ലെങ്കിൽ ആയിരിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഇടണം? ഈക്വൽ ഇടണം. ആണ് എത്ര? 63 എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 100 താഴെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ 100നെ ഈ സൈഡിലേക്ക് എടുത്തു. 100നെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും 63 × 100 വന്നു. പിന്നെ 35 മുകളിലാണ്. അത് ഈ സൈഡിലേക്ക് വരുമ്പോൾ താഴത്തേക്ക് വരും. നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തു. അപ്പോൾ 63 × 100 35 മുകളിലാണ്. അപ്പോൾ അത് ഈ സൈഡിലേക്ക് വരുമ്പോൾ താഴത്തേക്ക് വരും. അപ്പോൾ 63 × 100/35 എന്ന് പറഞ്ഞിട്ട് കിട്ടി. പിന്നെ സോൾവ് ചെയ്യുക. അതായത് ഇപ്പോൾ 100നെയും 35നെയും നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 5 × 7 5 × 20. പിന്നെ 7ഉം 9ഉം വന്നു. 7 × 9 ആണ് 63. അപ്പോൾ 9 × 20 എന്ന് പറയുന്നത് 180. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 180 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ 35% ആണ് 63 എന്ന് പറയുകയാണെങ്കിൽ ആ നമ്പർ × 35/100 = 63 സോൾവ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം.
ഒരു ടി വിയുടെ വില 36,000 ആണ്, ഇപ്പോൾ അതിൻ്റെ വില 40,000 ആണ്. ആയെങ്കിൽ അതിൻ്റെ വർധനത്തിൻ്റെ ശതമാനം എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ വില 36,000 ആണ്, പിന്നെ അത് മാറി ഇപ്പോൾ 40,000 ആയി. അങ്ങനെയാണെങ്കിൽ വർധനത്തിൻ്റെ ശതമാനം എന്ത്, എത്രത്തോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്രത്തോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ശതമാനം എത്ര ശതമാനം കൂടി അല്ലെങ്കിൽ എത്ര ശതമാനം കുറഞ്ഞു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒരു ഫോർമുലയുണ്ട്. ഈ ഫോർമുലയിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എന്താണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര വേരിയേഷൻ വന്നു, എത്ര വ്യത്യാസം വന്നു എന്ന് പറയുന്നതാണ് ചേഞ്ച്. അപ്പോൾ ചേഞ്ച് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടുത്തെ ചേഞ്ച് നോക്കിക്കോളൂ. ഇവിടെ 36,000ഉം ഇവിടെ 40,000ഉം ആണ്. അപ്പോൾ എത്രയാണ് ചേഞ്ച് വന്നേക്കുന്നത്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 40,000 മൈനസ് 36,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,000 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ചേഞ്ചിൻ്റെ അവിടെ ഞാൻ എന്തുകൊണ്ട് എഴുതി? 4,000 എന്ന് പറഞ്ഞിട്ട് എഴുതി. പിന്നെ ആരാ? ബൈ ഒറിജിനൽ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് വാല്യൂ എന്താണോ അതാണ് ഒറിജിനൽ വാല്യൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്? സ്റ്റാർട്ടിംഗ് വാല്യൂ എത്രയാണ്? 36,000 ആണ്. അപ്പോൾ ചേഞ്ച് ബൈ, അതായത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 4,000 ബൈ 36,000 ഇൻറ്റു 100 ചെയ്യാം. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും കിട്ടുന്ന ആൻസർ 11.1% ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, അതായത് ഒരു ക്വസ്റ്റ്യനകത്ത് വർധനത്തിൻ്റെ ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം അത് കുറഞ്ഞതിൻ്റെ ശതമാനമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് ചേഞ്ച് ബൈ ഒറിജിനൽ ഇൻറ്റു 100. ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് വാല്യൂയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ബൈ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എന്താണോ അതെടുത്ത് എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു സംഖ്യയുടെ x% കൂടി തുടർന്ന് y% കൂടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു എന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങളോട് പറയാണ് അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര ശതമാനമാണ് കൂടിയേക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് x + y + xy/100. അത് 2% കൊടുത്തിട്ടുണ്ടാവും, രണ്ടെണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് x + y + xy/100. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇട്ടത്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ 5% ഏതെങ്കിലും ഒരു സംഖ്യയുടെ 5% കൂടി, അതിനുശേഷം 10% കൂടി, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര ശതമാനം കൂടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എക്സിൻ്റെ സ്ഥാനത്ത് 5 ഇടും. കണ്ടോ? 5% അല്ല. അപ്പോൾ 5 പ്ലസ് പിന്നെ 10 പ്ലസ് പിന്നെ 5 × 10 ബൈ പിന്നെ 100. അപ്പോൾ 100 എഴുതി. എന്നിട്ട് ഇത് 50/100 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പോൾ 5 + 10 15 + 1/2 എന്ന് പറഞ്ഞാൽ 31/2 നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 15.5 ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യനകത്ത് ആദ്യം ഇത്ര ശതമാനം കൂടി പിന്നെ അതിനുശേഷം y% കൂടി എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ഇതാരും മറക്കരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 50 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് 20% നീളം വർദ്ധിച്ചതിന് ശേഷം 10% നീളം കുറച്ചാൽ നീളത്തിലുള്ള വ്യത്യാസം എന്ത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് 20% കൂട്ടി അതിനുശേഷം 10% കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ 2% കൂട്ടേ കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല തൊട്ട് മുമ്പ് പറഞ്ഞ ഫോർമുലയാണ്. അതായത് x + y + xy/100 എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ആൻസറിലേക്ക് എത്തണം എന്നുള്ളത് നമുക്ക് നോക്കാം. 20% കൂടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് പ്ലസ് ആണ്. കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം? മൈനസ് എടുക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ഇട്ടു? 20 ഇട്ടു. +20 എന്ന് ഇട്ടു. പിന്നെ അടുത്ത് എന്താ? y ആണ്. y എന്ന് പറയുന്നത് ഇവിടെ എന്താ? രണ്ടാമത്തെ വാല്യൂ ആണ് നമ്മുടെ y എന്ന് പറയുന്നത്. അതെന്താ? കുറഞ്ഞേക്കാണ്. അപ്പോൾ നമ്മളിവിടെ എന്തെടുക്കണം? -10 ആക്കി എടുക്കണം. ഓക്കെ. പിന്നെ എന്താ? പ്ലസ് x × y, അതായത് 20 × 10 അല്ല നമ്മൾ എടുക്കേണ്ടത്, കാരണം കുറഞ്ഞേക്കാണല്ലോ. അപ്പോൾ 20 × -10 എന്ന് പറഞ്ഞെടുക്കണം. അതാണ് ഞാനിവിടെ -200, അതായത് -20 × 10 എന്ന് എടുക്കാൻ കാര്യം. ബൈ എന്താണ് ഇവിടെ വന്നേക്കുന്നത്? 100 ആണ്. അതാണ് /100. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ 20 ന്ന് 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 18 കിട്ടും.
അപ്പോൾ 18% വർധനവ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ നമുക്ക് PSCക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 2 ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 18% കൂടി, അടുത്ത ഓപ്ഷൻ പറയണത് 18% കുറഞ്ഞു. അപ്പം നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത് 18%. അപ്പോൾ കൂടിയതാണോ കുറഞ്ഞതാണോ എന്നുള്ളത് നമുക്ക് ഒരു ഡൗട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ എന്താണ്? +18 ആണ്. വെറുതെ 18 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? +18 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം +18 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കൂടി എന്നുള്ളതാണ്. അതേസമയം നമുക്കിവിടെ മൈനസാണ് ഉത്തരത്തിൽ, നമുക്ക് മൈനസാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം 18% കുറഞ്ഞു എന്നുള്ളതാണ്. ഒരു സംഖ്യയുടെ 60% വർദ്ധിപ്പിച്ചതിന് ശേഷം 60% കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാകും? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ഇത്ര ശതമാനം കൂട്ടി, അതിനുശേഷം അത്രയും തന്നെ ശതമാനം കുറച്ചു. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഇതിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുമ്പോഴില്ല. അതായത് ലാഭമില്ല നഷ്ടമില്ല. ആദ്യം കൂട്ടി അത്ര ശതമാനം കൂട്ടി പിന്നെ അത്ര ശതമാനം തന്നെ കുറച്ചേക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉത്തരത്തിൽ വരും. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നും പെട്ടെന്ന്. പക്ഷേ അതല്ല ആൻസർ. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ സപ്പോസ് എൻ്റെ സാലറി 1000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ സാലറി 1000 രൂപയാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 10% കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ സാലറിയിൽ 10% കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പുതിയ സാലറി എത്രയായിരിക്കും? 1000 + 1000ൻ്റെ 10% ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 100 കിട്ടും. അപ്പോൾ 100 അല്ല നമ്മുടെ ആൻസർ, 1000ൻ്റെ ഒപ്പം 100 കൂട്ടണം കേട്ടോ. അപ്പോൾ 1100 രൂപയായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി. ശരിയാണല്ലോ? പിന്നെന്താ പറഞ്ഞേക്കണേ? അപ്പോൾ ഇവിടെ 10% കൂട്ടി, അപ്പോഴാണ് എനിക്ക് 1100 രൂപ കിട്ടിയത്. ഇനി പറഞ്ഞിരിക്കുന്നത് 10% കുറച്ചു എന്നാണ്. അപ്പോൾ 10% നമ്മൾ കുറയ്ക്കുന്നത് ഈ വാല്യൂവിലല്ല, നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂവിൽ വേണം നമ്മൾ 10% കുറയ്ക്കാൻ. അപ്പോൾ 1100 മൈനസ് 1100 ഇൻറ്റു 10/100 ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ വാല്യൂ കിട്ടുന്നത്. അതായത് 990 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ ആണോ? അതായത് ഇതിനകത്ത് 10% കുറച്ചു എന്നാണ്. അതായത് 1100 നിന്ന് മൈനസ് 1100ൻ്റെ 10%. 1100ൻ്റെ 10% കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 110 എന്ന് കിട്ടും. അത് 1100 നിന്ന് കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 990 ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മുടെ തുടക്കത്തെ ആൻസർ 1000ഉം ലാസ്റ്റ് കിട്ടിയേക്കുന്ന ആൻസർ 990 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റും. ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറയണത് തെറ്റാണ്. ചേഞ്ച് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ചേഞ്ച് വന്നേക്കുന്നത്? നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന വാല്യൂവിനേക്കാളും കുറഞ്ഞേക്കാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ എന്തായാലും നമ്മുടെ ആൻസർ കുറയും എന്നുള്ളതാണ് ഈ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ അപ്പോൾ നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് കടക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 60% കൂട്ടി, പിന്നെ 60% തന്നെ കുറച്ചു. അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്? എന്തായാലും ഫൈനൽ ആൻസർ കുറയും എന്നുള്ളതാണ് ഞാൻ ആ കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിലേക്ക് കയറാം. അതായത് 60% കൂട്ടി 60% കുറച്ചു. ദാറ്റ് മീൻസ് എൻ്റെ എക്സും വൈയും സെയിം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം കൂട്ടി എന്ന് പറയുമ്പോൾ +x എടുത്തു, കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ -x എടുത്തു. ശരിയല്ലേ? കൂട്ടുമ്പോൾ നമ്മൾ പ്ലസ് എടുക്കുക, കുറയ്ക്കുമ്പോൾ നമ്മൾ മൈനസ് എടുക്കുക. പിന്നെ +xy എന്ന് പറയുന്നത് ഇവിടെ എന്താ? രണ്ടും x തന്നെയാണ്, പക്ഷേ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്. ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് ആയിരിക്കും കിട്ടുക. അതാണ് ഞാനിവിടെ മൈനസ് ഇട്ടത്. അപ്പോൾ -x²/100 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും, ഇത് 0 ആയി. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്താണ്? -x²/100. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലും മതി. അതായത് ഒരേ സംഖ്യ തന്നെ കൂട്ടി അതേപോലെ തന്നെ ഒരേ സംഖ്യയുടെ ശതമാനം തന്നെ കുറച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. അതായത് -x²/100. അതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി മൈനസ് നമ്മുടെ സംഖ്യ എത്രയാണ്? 60% ആണ്. അപ്പോൾ 60^2/100. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മൈനസിനെയും കൂടെ നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യാൻ പാടില്ല. മൈനസ് എപ്പോഴും പുറത്താണ്. അപ്പോൾ 60^2/100 എന്ന് പറയുമ്പോൾ 3600/100 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -36% എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം വർദ്ധിച്ചിട്ടുണ്ടോ അതോ കുറഞ്ഞോ? കുറഞ്ഞു എന്നുള്ളതാണ്. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കണം ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് കയറാം.
എയുടെ ശമ്പളം ബിയിനേക്കാളും X% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എനേക്കാൾ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും കുറയുന്നത്? ക്ലിയർ ആണല്ലോ. എയുടെ ശമ്പളം ബിയിനേക്കാളും X% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എനേക്കാളും എത്ര പെർസെൻറ്റേജ് ആയിരിക്കും കുറയുന്നത്? അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ ഇതാണ്, നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. X/100 + X × 100%. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ബിയുടെ ശമ്പളം എത്ര കുറയണം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഫുൾ വാല്യൂ കുറയണം, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? പ്ലസ് വരും. എന്നാലല്ലേ നമ്മുടെ ഫൈനൽ ആൻസർ കുറയുള്ളൂ. ഡിനോമിനേറ്റർ വലുതാവും തോറും നമ്മുടെ ആൻസർ ചെറുതാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 100 + X ഇടാൻ കാര്യം. അതേസമയം നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോളൂ. അതായത് ബിയുടെ എത്ര ശതമാനം കൂടണം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? കൂടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ചെറുതാവണം. അതുകൊണ്ടാണ് ഞാൻ 100 - X എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ക്ലിയർ ആയോ? അതായത് ക്വസ്റ്റ്യനിൽ എത്ര ശതമാനം കുറയണം എന്ന് ചോദിക്കുമ്പോൾ നമ്മളിവിടെ പ്ലസ് ഇടും. നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താലും മതി കേട്ടോ. അപ്പോൾ എത്ര ശതമാനം കുറയണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിടും? പ്ലസ് ഇടും. എത്ര ശതമാനം കൂടണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിടും? മൈനസ് ഇടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് PSCക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. അരിയുടെ വില 25% വർദ്ധിച്ചു. ഉപഭോഗം എത്ര ശതമാനം കുറച്ചാൽ ചിലവിൽ വ്യത്യാസം ഉണ്ടാകില്ല? അരിയുടെ വില 25% വർദ്ധിച്ചു. ഉപഭോഗം എത്ര ശതമാനം കുറച്ചാൽ ചിലവിൽ വ്യത്യാസം ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. അരിയുടെ വില 25% കൂടി. നമ്മൾ അതിൻ്റെ കൺസപ്ഷൻ എത്ര കുറച്ചാലായിരിക്കും അതിൻ്റെ വില അതിൻ്റെ ചിലവ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്ര കുറയ്ക്കണം എന്നുള്ളൊരു വേർഡ് അതിനകത്തുണ്ട്. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ്? X/100 + X. ഡിനോമിനേറ്റർ വലുതായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാല്യൂ ചെറുതാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ കാര്യം. X/100 + X × 100. അപ്പോൾ നമ്മുടെ വാല്യൂ ഇവിടെ എത്രയാണ്? Xൻ്റെ സ്ഥാനത്ത് 25 ഇട്ടു. 100 + 25 എന്ന് പറയുന്നത് 125 × 100 ചെയ്യുക. 25 125 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. പിന്നെ 100ഉം 5ഉം 20. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 20% കിട്ടി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിടും? താഴെ നമുക്ക് പ്ലസ് ആയിരിക്കും. അതേസമയം എത്ര കൂട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? കൂട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതായിരിക്കണം. അതുകൊണ്ടാണ് 100 - X ഇടാൻ കാര്യം. അപ്പോൾ അത് എപ്പോഴും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതേ പോർഷൻ്റെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.